ഹലോ ഗൈസ്, ഡേ 29 ആണ്. ഇത് ഞാൻ മസിൽ പിടിച്ച് നിൽക്കുന്നതല്ല, വർക്കൗട്ട് കഴിഞ്ഞിട്ട് അനങ്ങാൻ പറ്റാതെ നിൽക്കുന്നതാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി മഴയത്ത് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. മഴയത്ത് വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥ ഇതാണ്. നേരിയാലാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ഒരു കയർ എയിം വെച്ചിട്ടുണ്ടായിരുന്നു നേരിയാലിൻ്റെ ഹൈറ്റ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. അത് 10 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്തു. എൻ്റെ കിക്കിൻ്റെ പവറും സ്പീഡും എല്ലാം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീടിൻ്റെ മുന്നിലെ തേക്കിൽ ഒരു ടയർ കെട്ടിയിട്ടുണ്ട്. അതിനകത്താവാമെന്ന് വിചാരിച്ച് കിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ട് കിക്കാണ് ചെയ്ത് നോക്കിയത്. ഓരോ ലെഗിന് 50 കൗണ്ട് വെച്ച് മൊത്തം 100 കിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് എൻ്റെ ഫേവറേറ്റ് വർക്കൗട്ടായ സപാട്ടയിലേക്കായിരുന്നു. സപാട്ടെ മെയിനായിട്ട് നോർത്ത് ഇന്ത്യ റെസ്ലേഴ്സാണ് ചെയ്യുന്നത്. അവർ ഫുൾ ബോഡി സ്ട്രെങ്തനിങ്ങിന് ലെഗും അപ്പർ ബോഡിയും ഒരുപോലെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്ന വർക്കൗട്ടാണ് സപാട്ടെ. അത് 20 കൗണ്ടിന് 2 സെറ്റ് ചെയ്തു. അതിനുശേഷം നേരെ പോയത് ഒരു അനിമൽ മൂവ്മെൻറ്റിലേക്കാണ്. ലിസാർഡ് മൂവ്മെൻറ്റാണ് ആദ്യമേ ചെയ്തത്. അതിനുശേഷം നേരെ ക്രാബ് വാക്കിലേക്ക് പോകാമെന്ന് വെച്ചു. 2 വർക്കൗട്ടും 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. മഴയത്തൊന്ന് ഹെഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കിയാലെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഹെഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കി. അതിനുശേഷം നേരെ പോയത് പുഷപ്പിലേക്കാണ്. ആദ്യമേ തന്നെ ക്ലാപ്പ് പുഷപ്പാണ് ചെയ്തത്. അതിനുശേഷം നക്കിൾ പുഷപ്പും കുറച്ച് നേരം ചെയ്ത് നോക്കി. പിന്നീട് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവാനും നമ്മളെ സ്റ്റാമിന ഇമ്പ്രൂവ് ആവാനുള്ളൊരു വർക്കൗട്ടായിരുന്നു. ടോട്ടൽ 30 കൗണ്ട് ചെയ്ത് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. മഴയത്ത് ഷാഡോ ബോക്സിങ് അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഷാഡോ ബോക്സിങ് ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് നേരം ഷാഡോ ബോക്സിങ് ചെയ്ത് അടുത്ത വർക്കൗട്ടിലേക്ക് പോയി. അടുത്ത വർക്കൗട്ട് ഫുൾ ബോഡി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആക്കുന്ന ഒരു വർക്കൗട്ടായിരുന്നു. അത് കുറച്ച് നേരം ചെയ്യാമെന്ന് വെച്ചു. അതിനുശേഷം വീണ്ടും എനിക്കൊന്ന് പുഷപ്പ് അടിക്കണമെന്ന് തോന്നി. അങ്ങനെ നക്കിൾ പുഷപ്പ് വീണ്ടും ഒരു 30 കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നേരെ പോയത് ടോ ടച്ച് ടു സ്ക്വാഡ് പൊസിഷനിലേക്കാണ്. ലെഗിനുള്ള ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണത്. അത് 10 കൗണ്ടിൻ്റെ 2 സെറ്റാണ് മെയിനായിട്ട് ചെയ്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് ഹാൻഡ് സ്റ്റാൻഡും ഒക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത വർക്കൗട്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആകാനുള്ള ഒരു വർക്കൗട്ടായിരുന്നു. കളരിയിലെ വർക്കൗട്ടാണ്. അത് 20 കൗണ്ട് 2 സെറ്റ് ചെയ്ത് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. സപ്പാട്ടെ എത്ര ചെയ്താലും എനിക്കൊന്നും ഒരു തൃപ്തി തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു 30 കൗണ്ട് സപ്പാട്ടോട് ചെയ്യാമെന്ന്. അങ്ങനെ വീണ്ടും ഞാനൊരു 30 കൗണ്ട് സപ്പാട്ടെ ചെയ്തു. പിന്നീട് പോയത് ലാസ്റ്റ് സെക്ഷനായ അബ്ഡോമൻ സെക്ഷനിലേക്കായിരുന്നു. മെയിനായിട്ട് പ്ലാങ്ക് തന്നെയാണ് ഇന്നും ചെയ്തത്. പ്ലാങ്ക് 1 മിനിറ്റിൻ്റെ 2 സെറ്റ് ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. മഴ ആയതുകൊണ്ട് ഒരുപാട് നേരം വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അടുത്ത വീഡിയോയിൽ കാണാം.